അവരിവിടെ നമ്മളെ കാണാനും അഭിവാദ്യം അർപ്പിക്കാനും വന്നതിൽ ഞങ്ങൾ അവരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ വാർഡ് മെമ്പർ നമ്മൾ ഇന്ന് കാണുന്നതാണ്. എങ്കിലും ഔപചാരികമായിട്ട് ഞങ്ങൾ നമ്മുടെ വാർഡ് മെമ്പർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ പ്രസിഡന്റാണ്. വിട്ടുപോയി ആദ്യം പ്രസിഡന്റ് പറയുന്നതാണ് മനഃപൂർവ്വം. അപ്പോ പ്രസിഡന്റിന് ആദ്യം ഞാൻ ബഹുമാനം അർപ്പിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്വാഗതം അധ്യക്ഷ എന്ന നിലയ്ക്ക് നമ്മുടെ യോഗം ലീഡ് ചെയ്യുന്ന എന്റെ സഹപ്രവർത്തകനും നമ്മുടെ പ്രസിഡന്റുമായ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇനി പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ ബിജുവാണ്, PK ബിജു. നമ്മുടെ സംഘടനയുടെ നട്ടെല്ല് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹം ജനകീയ സമിതിക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തിലേക്ക് ഇതിലേക്ക് കടന്നു വരികയും ത്യാഗോജ്വലമായ രീതിയിൽ ഈ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇനി സജിയെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യത്തിലും നമ്മുടെ ഒപ്പം ഓടി കിടന്ന് തോളോട് കിടന്ന് പ്രവർത്തിക്കുന്ന സജിക്ക് അങ്ങനെ എന്റെ പേരിലും സംഘടനയുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. പൗരന്റെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകേണ്ട സർക്കാർ നമ്മളോട് കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെ നമ്മൾ പോരാട്ടം തുടർന്നേ പറ്റൂ. അതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് തന്നെ നമ്മള് പഞ്ചായത്ത് തലത്തിലും പിന്നെ സെക്രട്ടേറിയറ്റ് തലത്തിലും കളക്ടറേറ്റ് തലത്തിലും സെക്രട്ടേറിയറ്റ് തലത്തിലും എല്ലാം ഈ സമരം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതിന് നമ്മളുടെ ഇപ്പോൾ ഉദയകുമാർ സാറിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിഷ് സാറിനെ പോലെ ഉള്ള ആളുകളുടെ അവരുടെ പ്രസ്ഥാനങ്ങളുടെ അതുപോലെ തന്നെ നമ്മുടെ റെസിഡൻസ് നമ്മുടെ സമീപ പ്രദേശത്തുള്ള റെസിഡൻസുകളുടെ സമാന ചിന്താഗതിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ എല്ലാം സഹകരണം നമുക്ക് ആവശ്യമാണ്. ആയതിനാൽ ഈ സമരം വിജയപ്രദമാക്കുന്നതിന് വേണ്ടി ഈ അമ്പലമേഖ ജനതയുടെ മുഴുവൻ സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുല്ലപ്പെരിയാർ ഡാം വിരുദ്ധ ജനകീയ സമിതി ചെയർമാൻ ഡോക്ടർ എസ് ഉദയകുമാർ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, സ്നേഹമുള്ളവരെ, ഇവിടെ ഇങ്ങനൊരു സമരം നടക്കുന്നുണ്ട്. വളരെയധികം ജനങ്ങള് മരണത്തിന്റെ വക്കിലേക്ക് എത്തുന്നുണ്ട് എന്ന് വനാന്തര മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അതുപോലെ നാട്ടുമ്പുറങ്ങൾ ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും സമരങ്ങള് നടത്തുകയും ചെയ്തിട്ടുള്ള എന്നെപ്പോലുള്ളവര് അറിയാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ അടുത്ത് നിൽക്കുന്ന രണ്ടു പേരാണ്. മലയാളം ലൈവ് ചാനൽ എന്ന പേരിൽ കേരളത്തിന്റെ എല്ലാ സമസ്ത മേഖലകളും ചെന്ന് വളരെയധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങള് ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ച രണ്ട് മഹാവ്യക്തികളാണ് എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. പിന്നെ ഈ സമരം എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൃഷ്ണ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ കൂട്ടായ്മ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവരെ ഭരിക്കുന്ന പഞ്ചായത്ത് ഉൾപ്പെടെ അടങ്ങുന്ന ഗവൺമെന്റിനെ ഭരിപ്പിക്കുകയും ആ ഗവൺമെന്റ് ജനങ്ങളിലേക്ക് അവരുടെ അവകാശങ്ങൾ എന്താണ് അവർ പറയുന്നത് എന്താണെന്ന് അറിയുകയും അതിന്റെ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഒട്ടനവധി സമരങ്ങൾ നടക്കുന്നുണ്ട്. മറിച്ച് ഈ അയ്യൻകുഴി നടക്കുന്ന സമരം എന്ന് പറയുന്നത് ജീവൻ മരണ പോരാട്ടമാണ്. നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്ന് നമ്മൾക്ക് ഉൾപ്പെടെ അടങ്ങുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖർക്കും അധികാര വർഗങ്ങൾക്കും എല്ലാവർക്കും അറിയാം. എന്നിട്ട് നമ്മുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഇവിടുത്തെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താത്തതെന്ന് ചോദിച്ചിട്ടുമായി നിൽക്കുന്നു. ഞാൻ നിൽക്കുന്ന ഈ കമ്പനിയുടെ ഈ പ്രദേശത്ത് ഒട്ടനവധി സാമൂഹിക സാംസ്കാരിക ഇവിടുത്തെ മന്ത്രി MLA ആയിരുന്നവരും ആകാൻ പോകുന്നവരൊക്കെ സംസാരിച്ചു പോയിട്ടുള്ള സ്ഥലമാണ്. എന്തുകൊണ്ടാണ് ഇവർ ഭയപ്പെടുന്നത്?
ഇതുപോലത്തുള്ള വിഷം തുപ്പുന്ന കമ്പനികൾ അടച്ചുപൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്നുകൊണ്ടുള്ള സാധാരണപ്പെട്ട ജനങ്ങളെ കബളിപ്പിക്കുന്ന ആ ജനാധിപത്യം എന്ന് പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്നത്. ഇല്ലേ, നമ്മളെല്ലാവരും കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ അടങ്ങുന്നവർ, പ്രായം ചെന്നവർ ഒക്കെ ഈ മണ്ണിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ വളരേണ്ടവരും സുഖമായി ജീവിക്കേണ്ടവരും അവകാശമുള്ളവരാണ്. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള വിഷയങ്ങൾ ഇവർ ചർച്ച ചെയ്യാനോ നടപടി എടുക്കുവാനോ ഇവരെ കൊണ്ട് സാധിക്കാതെ പോകുന്നത്? ഇന്ന് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇവരുടെ പഞ്ചായത്ത് മെമ്പറാണ് എടുത്തിരിക്കുന്നത്. ഈ കമ്പനിക്ക് പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുന്നത്. ആ സഹോദരത്തിനടക്കം ഈ കമ്പനി അടച്ചു പൂട്ടിക്കാനായിട്ട് ഇവരൊക്കെ ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ജില്ലാ മജിസ്ട്രേറ്റ്, അതായത് ഈ ജില്ലയില് എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്ന് വിധിയൊക്കെ കഴിയുന്നവരാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. ജില്ലാ കളക്ടർ എന്നില്ലേ, ഇവരെ കോടതി അറിഞ്ഞില്ലേ? ഈ ചുറ്റപ്പെട്ടാൽ കിടക്കുന്ന 2 കമ്പനിയുടെ മധ്യത്തിൽ ഇത്തരം ജനങ്ങൾ മരണത്തോട് മല്ലിരിക്കുന്ന വിവരം ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ പഞ്ചായത്തും ഇവിടുത്തെ ഭരണകൂടങ്ങളും അറിഞ്ഞില്ലേ? എന്താണ് ഇവർ വെക്കുന്ന നിലപാടുകൾ? നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഇതിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങൾ മൂലം ഈ ഇരിക്കുന്നവർ മരണത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇവരുടെ ഹെൽത്തിനറിയാം. എന്തുകൊണ്ടാണ് നിലപാട് സ്വീകരിക്കാത്ത? അപ്പോൾ നമ്മുടെ സമരത്തിന് എന്തോ കുഴപ്പങ്ങളുണ്ട് എന്നാണ് എനിക്ക് പറയാൻ സൂചിപ്പിക്കാനുള്ളത്. ഇല്ലേ, 1 മാസമോ 2 മാസമോ കഴിയുമ്പോൾ അത് ശരിയായ രീതിയിലുള്ള ഒരു ചർച്ചകള് നടത്തുവാൻ ബാധ്യസ്ഥരാണ് പഞ്ചായത്തും മറ്റുള്ള ഭരണാധികാരികളും. എന്തുകൊണ്ടാണ് അവർ പുറകോട്ട് പോകുന്നത്? ഈ കമ്പനിയെ പറയുന്നിട്ടോ അല്ലെ കമ്പനിയുടെ മൂലധനങ്ങളും പണങ്ങളും കൊണ്ട് അവരെറിഞ്ഞ് എറിയ പോകുന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഇല്ലേ, അപ്പൊ ഈ സമരത്തിന്റെ നിലപാടുകളൊന്ന് മാറ്റം. നമ്മള് ഈ കമ്പനിയിൽ നമുക്ക് എന്തുണ്ടെന്നത് ആണോ? ഈ കമ്പനി നമുക്ക് എന്തുണ്ടെന്നത് അല്ല. ഈ കമ്പനി നമുക്ക് മരണമാ തരുന്നത്. ഏതായാലും നമ്മൾ ഭരിക്കും. ഇല്ലേ, ഒട്ടനവധി സമര മുഖങ്ങളിൽ വെല്ലുവിളിച്ചുകൊണ്ട് സമരം ഭരണകൂടത്തിന് വിഷയങ്ങൾ സൃഷ്ടിക്കുന്ന സമരങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. ഇല്ലേ, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമരം നടത്തുന്നത്. ആണല്ലോ, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനാണോ? ഈ പ്രായം ചെന്ന് നമ്മളെപ്പോലുള്ള ആൾക്കാർ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, കമ്പനി ഭൂമി അങ്ങോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് പച്ചമായ ജലത്തിൽ നിർണയിച്ചുകൊണ്ട് ആ ഭൂമി അങ്ങോട്ട് എടുക്കുക. നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവർ തയ്യാറെടുക്കുന്നത്. അപ്പൊ അതിനെ അനുവദിച്ചുകൂടാ. സമരത്തിന്റെ ഗതികളും എല്ലാ കാര്യങ്ങളും മാറ്റിമറിക്കണം. ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉദ്ഘാടകനായിട്ടുള്ള അദ്ദേഹം പറയുന്ന സത്യമാണ്. ഒട്ടനവധി സമരമുഖങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അതെ, അപ്പോൾ അത് സൂചിപ്പിച്ച ഓമന ശ്രീജ ഈ കഴിഞ്ഞ കാലയളവിൽ ഒട്ടനവധി സമരങ്ങൾ നടത്തി വിജയിപ്പിക്കേണ്ട രീതികളും കാര്യങ്ങളുണ്ട്. ഈ സമരം വിജയിപ്പിക്കുക എന്നത് ചരിത്രം കൂടെ ശ്രദ്ധിച്ചു നോക്കണം. എങ്ങനെയാണ് കേരളത്തിൽ നടന്നിട്ടുള്ള സമരങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ളത്? ഗാന്ധി സമരം കൊണ്ട് ഇന്ന് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകരുത്. ഇത് ജില്ലാ ഭരണ കേന്ദ്രത്തേക്ക് സമരം മാർച്ച് നമ്മൾ സംഘടിപ്പിക്കണം. ജില്ലാ ഭരണകൂടത്തിൽ തളർന്നുണ്ടാക്കുന്ന രീതിയിലുള്ള സമരങ്ങൾ നമ്മൾ അയച്ചുവിടണം. പഞ്ചായത്തിന് തലവേദന രീതിയിലുള്ള സമരങ്ങൾ നമ്മൾ അയച്ചുവിടണം. അല്ലാതെ നമ്മൾ ഈ സാധാരണ സമയങ്ങളിൽ നിരന്തരം വന്നിരുന്ന കമ്പനി പഠിക്ക് അവർക്കൊരു കുഴപ്പം ബുദ്ധിമുട്ടുമില്ലാതെ വിധത്തിൽ മാറി നിന്നുകൊണ്ട് അവരെ ഭയ നിന്നുകൊണ്ട് നമ്മൾ സമരം ചെയ്യാൻ നമ്മൾ തയ്യാറാകരുത്. ഇല്ലേ, ഒരു സമരം നടത്തുമ്പോൾ ഒട്ടനവധി വിഷയങ്ങളെ നമ്മൾ നേരിട്ട് വരും. എങ്ങനെയാണ് ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം പണിക്ക് പോകാൻ പറ്റുന്നിരിക്കും, ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുന്നിരിക്കും. ഈ തുടർ സമരങ്ങൾ എന്ന് പറയുന്ന ഈ സമരത്തിന്റെ ഈ കമ്പനി പഠിക്കാൻ നിന്നുകൊണ്ട് സമരം ശരിയായ രീതിയിൽ നമ്മളൊക്കെ പോരാട്ടത്തിൽ ഇറങ്ങുവാൻ ഈ കമ്പനി തുറക്കാൻ നമ്മൾ അനുവദിക്കുവോ? ഈ കമ്പനി തുറക്കാൻ നമ്മൾ അനുവദിക്കുവോ? ഇട്ടുകൊണ്ട് അവർക്കൊരു കുഴപ്പമില്ല. അവർക്ക് 2 കമ്പനിക്കും ഒരു വിഷയമില്ല. നമ്മളുടെ സമരം നടത്തുന്നു. നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഇവിടുത്തെ ഗവൺമെന്റും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളവരും നമ്മളെ നോക്കി അട്ടഹസിക്കുന്നു. ഇല്ലേ, ഇതാണ് നമ്മുടെ സമരം മാറ്റണം. നമ്മള് സമരത്തിന്റെ ഗതി മാറ്റണം. ഇത് മാറ്റിക്കൊടുങ്ങേണ്ട ഒരു യഥാർത്ഥ പോരാട്ട പാതയിലേക്ക് കൊച്ചു കുട്ടികൾ അടങ്ങുന്ന മുഴുവൻ പേരും രംഗത്തേക്കിറങ്ങണം. ഇല്ലേ, രംഗത്തേക്ക് ഇറങ്ങിയാൽ മതിയാകും. ഈ സമരം വിജയിപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് സാധ്യമാവുകയും ചെയ്യും. ഈ സമരം ഇവർ നടത്തുകയല്ലേ ചെയ്യേണ്ടത്. ഈ കമ്പനി തുറക്കുവാൻ നമുക്കത് അനുവദിച്ചുകൂടാ. ഇയാളും നമ്മളെ കൊല്ലും, ഈ കമ്പനി നമ്മളെല്ലാവരും കൊല്ലും. പിന്നെ എന്തുകൊണ്ട് നമ്മൾ അതിന്റെ വാതിക്കൽ നിന്ന് അവർക്ക് സൗകര്യം ഉണ്ടാകുന്ന രീതിയിലുള്ള സമരം നമ്മൾ അഴിച്ചുവിടാൻ തയ്യാറാകുന്നു? ഇല്ലേ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണം. ഭരിക്കുന്ന എല്ലാ ഭരണകൂടത്തിലും ഉണ്ടാകണം ബുദ്ധിമുട്ട്.
ഉണ്ടാക്കണം, ഉണ്ടാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പഞ്ചായത്തിനുണ്ടാകണം ബുദ്ധിമുട്ട്, ഇല്ലേ? അങ്ങനെ നമ്മളെ കൊണ്ട് ഇവിടുത്തെ ഭരണസിരാ കേന്ദ്രങ്ങൾക്ക് തലവേദനയാകുന്ന രീതിയിലുള്ള സമരങ്ങൾ നമ്മൾ അഴിച്ചുവിടാൻ നമ്മൾ തയ്യാറാകണം. അതിലൂടെയാണ് നമ്മുടെ സമരം നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ അവർക്കൊരു വിഷയമില്ല, കമ്പനിക്ക് വിഷയമില്ല, പഞ്ചായത്തിന് വിഷയമില്ല, ജില്ലാ കളക്ടർക്ക് വിഷയമില്ല, ജില്ലാ ഭരണകൂടത്തിന് വിഷയമില്ല. പിന്നെ ആർക്കാണ് വിഷയമാണ്? ഇവർ നമുക്കൊരു വിഷയമാണ്. ആ വിഷയം അവർക്കൊരു വിഷയമാക്കി തീർക്കുവാൻ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങണം. നമ്മൾ ഈ കമ്പനിയുടെ പടിവാതിലൊട്ട് പുറത്തേക്ക് ഇറങ്ങണം. നമ്മളെ കമ്പനി അടച്ചു പൂട്ടിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവരെന്താ ചെയ്യേണ്ടത്? നമ്മളെ കമ്പനി അടച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ തൂക്കിക്കൊള്ളാൻ പറ്റിക്കോ? ഇവരുടെ നിയമങ്ങൾ നമ്മൾ തൂക്കിക്കൊള്ളാൻ പറ്റിക്കുമോ? അല്ല പഞ്ചായത്ത് ദിവസം സ്തംഭിപ്പിച്ചു എന്നെ നമ്മൾ ഇവിടുത്തെ ഭരണകൂടം തൂക്കിക്കൊള്ളാൻ പറ്റിക്കോ? അത് തയ്യാറെടുക്കണം നമ്മൾ. അതാണ് പോരാട്ടം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ അവകാശം. മരിക്കുന്നതൊക്കെ എത്രയോ ഭേദമാണത്, ഇല്ലേ? ഈ വിഷപ്പുക ശ്വസിച്ച് മരിക്കുന്ന ഇഞ്ചിഞ്ചായി മരിക്കുന്നത് എത്രയോ ഭേദമാണ്. നമ്മൾ ഇവരൊക്കെ സ്തംഭനാവസ്ഥയിലേക്ക് ആക്കി തീർന്നു കഴിഞ്ഞാൽ ഇവര് ചർച്ച ചെയ്യും. നമ്മളാരും ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഈ കമ്പനി അടച്ചു കൂട്ടാൻ പോകുന്നില്ല. ഉണ്ടോ? നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഈ കമ്പനി അടച്ചുപൂട്ടത്തില്ല. കാരണം ഇവന്റെയൊക്കെ ഫണ്ടുകൾ മേടിച്ചുകൊണ്ട് മെലിഞ്ഞു നടക്കുന്നവരാണ് ഇവിടുത്തെ ഭരണകൂടങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മളെ സംരക്ഷിക്കാൻ വന്നിട്ടുള്ളവരെ എല്ലാവരും, അല്ലേ? അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണം. അതുപോലെ കളക്ടറേറ്റിലേക്ക് നമുക്ക് ഈ സമരം, കളക്ടറേറ്റ് പഠിക്കലേക്ക് നമ്മുടെ ദീനവേദനങ്ങൾ, നമ്മൾ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവനത്തിലുള്ള പോരാട്ടങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുകയാണ് ഈ സമയങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടത്. 70 ദിവസം എന്ന് പറയുന്നത് 2 മാസം കഴിഞ്ഞിരിക്കുന്നു, ഇല്ലേ? ഈ 2 മാസം കൊണ്ട് ഏത് നിലപാടാണ് ഇവിടുത്തെ പഞ്ചായത്ത് എടുത്തത്? ലൈസൻസ് കൊടുക്കലേ പറയുന്നുണ്ടോ? ലൈസൻസ് നിങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കണമെന്നും ഈ കമ്പനിക്കാണ് ഞങ്ങൾ ലൈസൻസ് കൊടുക്കുന്നില്ല എന്ന് പഞ്ചായത്ത് പറയുന്നില്ല, പറയില്ല. കാരണം അവരുടെ ഫണ്ടിങ് സോഴ്സിലാണ് ഇതുപോലുള്ള ഈ ഭരണകൂടങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവർ പറയാൻ തയ്യാറാണെങ്കിൽ, ആ പഞ്ചായത്ത് പറയാൻ തയ്യാറാണെങ്കിൽ, വാർഡ് മെമ്പർ പറയാൻ തയ്യാറാണെങ്കിൽ നമ്മൾ അവരുടെ പക്ഷം നിൽക്കണം, ഇല്ലേ? അവർ കേട്ടു നിന്നുകൊണ്ട് നമുക്കെതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ പക്ഷം നമ്മൾ നിൽക്കുകയോ ചെയ്യാൻ പാടില്ല. ജനങ്ങളുടെ പക്ഷം നിൽക്കുന്ന ഇവിടുത്തെ സോഷ്യൽ വർക്കർമാരാണ്, അത് പാർട്ടിയാണ് നമുക്ക് വേണ്ടത്. ഈ വിഷയം അതിരൂക്ഷമായി വന്നുകൊണ്ടിരിക്കുന്നത് കേരളം എന്നത് മൊത്തം, ഈ കേരളത്തിന്റെ മുഴുവൻ സമസ്ത മേഖലകളിലും ഇതിന്റെ സമരത്തിന്റെ പ്രതിബന്ധം അല്ലെങ്കിൽ ഇതിന്റെ ശബ്ദങ്ങൾ എത്തിച്ചവരി വാർത്തിക്കുമ്പോൾ നമുക്ക് ഈ സമരം ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്ന. അതുകൊണ്ട് ഇതിന്റെ ഭാരവാഹികൾ നിങ്ങൾ ഈ സമരത്തിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാകണം. നമ്മൾ തയ്യാറായിട്ട് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ സമരം വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? എല്ലാ ദിവസവും 5 മണി കഴിയുമ്പോൾ ഈ കമ്പനി പഠിക്കാൻ വന്നിട്ട് സാധാരണ ഇതിനെങ്കിലും നമ്മൾ നടക്കുന്ന പോലെ, എവിടെയെങ്കിലും കുത്തിയിരിക്കുന്ന പോലെ, പാർക്കിൽ കുത്തിയിരിക്കുന്ന പോലെ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അത് പാടില്ല. അത് ഞങ്ങൾക്കൊരു പ്രശ്നമാണ്. ഒട്ടനവധി ചർച്ചകൾ നടത്തിയ ശേഷമാണ് ഞാനിവിടെ വന്ന് സംസാരിക്കുന്നത്. കാരണം നമ്മൾ സമരം ചെയ്തിട്ടുള്ള സമരങ്ങളെല്ലാം വിജയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് പോലും സാറ് ഞങ്ങൾ എന്ത് ചെയ്യണം, രാധാകൃഷ്ണൻ സാറ് ഇതാണ് കാര്യങ്ങള്, നിങ്ങളുടെ സമരത്തിന്റെ രീതി മാറ്റാമെന്ന് ഉറപ്പ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്ന് കാല് വന്ന് കുത്താം. ഈ മണ്ണിൽ വന്ന് കാല് കുത്തിക്കൊണ്ട് ഞങ്ങൾ സംസാരിപ്പിക്കാൻ. ഇവരിവിടുത്തെ എന്താണ് തിരുവനന്തപുരം ഭരണസിരാ കേന്ദ്രമൊന്നുമല്ല ഈ സാധനം, മനുഷ്യരെ കൊല്ലുന്ന സാധനമാണ്, ഇല്ലേ? നിങ്ങളൊക്കെ കുട്ടികളെ ഒരു പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കടിക്കൊള്ളട്ടെന്ന് വിചാരിക്കുമോ? ഇത് പട്ടിയെ കഷ്ടമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊന്നെടുക്കുന്ന ഈ കമ്പനിക്കെതിരെ നിങ്ങൾ ഒരു വണ്ടികൾ വിട്ട് വാങ്ങിയോ? ഒരു വണ്ടി ഇതിലേതൊക്കെയാണെന്ന് നിങ്ങൾ പറഞ്ഞോ? പറയണം. പറഞ്ഞാൽ വേണ്ടി മാത്രമേ അതിന്റെ പ്രവർത്തനം ഇവിടെ നിൽക്കത്തുള്ളൂ, ഇല്ലേ? അതിന്റെ പ്രവർത്തനം ഇവിടെ നിൽക്കത്തുള്ളൂ. അപ്പൊ അത് ചെയ്യുവാൻ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ബുദ്ധിയാലെ, നമ്മുടെ കൂട്ടായ്മയുടെ ബുദ്ധിയാലെ നമ്മൾ തയ്യാറാകണം, ഇല്ലേ? ഇവിടെ അധ്യക്ഷൻ പറയുണ്ടായി, സ്വതം പറഞ്ഞ സദയം പറയുണ്ടായി മഹിളങ്ങളുടെ സമരം. ആ സമരം വിജയിച്ചെങ്ങനെയാണ്? ഒട്ടനവധി സമരങ്ങൾ കേരളത്തിൽ നടന്നത്. ആ സമരം വിജയിപ്പിച്ചത് അതേപോലെ സമരങ്ങൾ കൊണ്ടാണ്, അതുപോലെ രീതികൾ കൊണ്ടാണ്. അതുകൊണ്ട് ഇത് വെറും പട്ടിയാറ്റാണ് കൂട്ടുക. പഠിക്കാൻ പറഞ്ഞ പേപിടിച്ച പട്ടിയാണ്. ഇത് തല്ലിക്കൊണ്ട ഓരോ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളെ പിടിച്ച് കടിക്കുകയും ചെയ്യും, നമ്മളെ കൊന്നുകളയുകയും ചെയ്യുന്ന സാധനം മുന്നേ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഗാന്ധി സമരത്തിലൂടെ മുന്നോട്ട് പോകാൻ തയ്യാറാക്കുന്നത്. ചലിപ്പിക്കരുതും, ഇത് ചലിക്കാൻ അനുവദിക്കരുതും. അതാണ് നമ്മുടെ സമരത്തിന്റെ വിജയവും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ സമരം, ഇന്നത്തെ ഈ പൊതുപരിപാടിയും പ്രതിഷേധവും ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. താങ്ക് യു സാർ. അടുത്തതായി
സ്നേഹം നിറഞ്ഞ നമ്മുടെ അയ്യങ്കുഴി ജനത, സഹോദരി സഹോദരങ്ങളെ, ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവിടുത്തെ വിഷയങ്ങൾ ഈ പ്രദേശത്ത് നിൽക്കുന്നവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും ഞങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. ഇതൊരു അതിജീവനത്തിന്റെ സമരമാണ്. ഈ അതിജീവനത്തിന്റെ സമരം ഇന്ന് 70-ാം ദിവസം പിന്നിടുമ്പോൾ ഇവിടെ എങ്ങനെ വന്നു, ഇതിൽ പങ്കെടുക്കാനുണ്ടായ കാര്യങ്ങളൊന്ന് ചെറിയ രീതിയിൽ നിങ്ങൾ പറയണമല്ലോ. നമ്മള് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മലയാളം ലൈവ് ചാനലിലൂടെ വാർത്തകൾ കാണുകയും നമ്മൾ ഇതിന്റെ ഭാരവാഹികളായിരിക്കുന്ന ജയ മേഡത്തിനെ, ജോയി സാറിനെ വിളിച്ച് ബന്ധപ്പെട്ടു. അങ്ങനെ നമ്മുടെ പങ്കജാക്ഷൻ സാറിന്റെ നമ്പർ കിട്ടി, രാധാകൃഷ്ണൻ സാറിന്റെ നമ്പർ കിട്ടി. ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അതുപോലെ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം വേദനയാണ് തോന്നിയത്. കാരണം ഇത്ര വർഷങ്ങളായിട്ട് പുതുപറ്റം ജനതയെ കുന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന 2 കമ്പനികൾ, ആ കമ്പനിക്കെതിരെ ഇവിടെ ഭരിക്കുന്ന ഭരണകൂടത്തിനോ അല്ലെങ്കിൽ നമ്മുടെ വാർഡ് ഭരിക്കുന്നവർക്കോ, ഞാൻ മെമ്പറെ കുറ്റം പറയല്ല, അവർക്കും ഓരോന്നിനും പരിധികളുണ്ട്. ഇവിടത്തെ ഓരോ പഞ്ചായത്തും ബ്ലോക്കും മറ്റുള്ള സ്ഥാപനങ്ങളും ഇവിടെ നിലനിൽക്കുന്നതും ഓരോ പാർട്ടിയുടെ കീഴിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഏത് പാർട്ടി ഭരിച്ചാലും ഏതൊക്കെ വിഷയങ്ങൾ വന്നാലും ഈ പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് സുരക്ഷ ഒരുക്കേണ്ടത് ആരുടെ കടമയാണ്? ഡോക്ടർ ബാബാ സാഹിബ് ബി.ആർ. അംബേദ്കർ പറഞ്ഞേക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. അത് ആര് നൽകണം? ഇവിടുത്തെ ഭരിക്കുന്ന സർക്കാരുകള്. ഭരിക്കുന്നവര് നല്ലതല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതമില്ലെന്നുള്ളതാണ്. നമ്മുടെ ഈ സമരം, ഈ അതിജീവന സമരവുമായി നമ്മളിവിടെ വന്ന സമയത്ത് ഈ കമ്പനിയുടെ ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റി എല്ലാവരെയും വകഞ്ഞു മാറ്റുകയാണ്. അത് അയാളുടെ ഡ്യൂട്ടി ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ ഡ്യൂട്ടി എന്ത് തന്നെ ആയിരുന്നാലും ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ മരണ പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇവിടെ ഈ കൊതുകടിയും കൊണ്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് നല്ല ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ വീടുകളില് ടിവിയൊക്കെ കണ്ടിരിക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷേ നല്ല ശുദ്ധമായ ഒരു കുടിവെള്ളമോ ശുദ്ധമായി ശ്വസിക്കുവാനോ ആവതില്ലാത്ത വിധം ഞെങ്ങി ഞെരുങ്ങി ഓരോ ദിവസം തള്ളിവിടുമ്പോൾ 10 പേരും 12 പേരും 20 പേരുമായിട്ട് ഡെയിലി ദിവസം പ്രതി അവര് ഹോസ്പിറ്റലിനെ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്ത് ജില്ലാ കളക്ടർ ഭാഗത്ത് നിന്ന് ഈ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള ഇവിടുത്തെ അയ്യങ്കുഴി ജനതയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് സംസാരിക്കുവാനോ അനുകൂലമായ ഒരു വിധി മേടിച്ചു തരുവാനോ സാധിച്ചിട്ടില്ല. അതൊന്ന്. രണ്ടാമത്, ഞാൻ നമ്മുടെ പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോൾ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിധി വന്നിരുന്നോ? അപ്പോൾ അറിയാൻ കഴിഞ്ഞത് കോടതി വിധി വന്നിരുന്നു. പുനരധിവാസം. എന്താ പുനരധിവാസം? ഇതുപോലെ വന്നു കൂടുന്ന ജനങ്ങളെ എല്ലാം കൂടെ കൊണ്ടുപോയി ഏതെങ്കിലും വെള്ളക്കുഴിയിലോ പാറക്കെട്ടിലോ കൊണ്ട് തള്ളുന്ന ഒരു സംഭവമുണ്ട്. അതായത് അത് പറയാൻ കാരണം നമുക്കറിയാം, ഇവിടെ ആദിവാസി മേഖലയിലൊക്കെ ഞാൻ ഒരുപാട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആദിവാസി മേഖലയിലൊക്കെ ഏക്കർ കണക്കിന് ഭൂമി നമ്മളൊക്കെ പത്രങ്ങളിലെയും ടിവികളിലെയും ചാനലിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഓരോ ആദിവാസി കുടുംബത്തിനും 5 ഏക്കർ ഭൂമി അനുവദിച്ച സർക്കാർ. എത്രയോ സന്തോഷകരമായ വാർത്ത. പക്ഷേ അതെന്താണെന്നുള്ളത് പോയി കണ്ടു കഴിഞ്ഞാൽ ഒരു പാറപ്പുറത്തിരിക്കുന്ന വീട്, ഒരു പുല്ല് പോലും കിളുത്ത് വരികയല്ലാത്ത പാറപ്പുറത്താണ് ഈ ആദിവാസികൾക്ക് 5 ഏക്കർ ഭൂമി കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വല്ല പ്രയോജനമുണ്ട്? ഒരു കപ്പ കുഴിച്ചു വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരച്ചിന് കുഴിച്ചു വെച്ചോ ഒരു ഉപജീവന മാർഗം അവർക്ക് നേടാൻ സാധിക്കുന്നില്ല. പക്ഷെ സർക്കാരിന്റെ വകയായിട്ട് 5 ഏക്കർ ഭൂമി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വൈക്കം സമരമായിട്ട് വന്ന് അതും ഈ ലൈവ് ചാനലിലൂടെ അറിഞ്ഞു തന്നെയാണ് ഞാനും ആ സമരത്തിൽ പങ്കെടുത്തത്. 35 വർഷമായിട്ട് പട്ടയം കിട്ടുന്നത് വെറും 10 സെന്റ് ഭൂമിക്കാണ്. മനസ്സിലാക്കണം, ഇവിടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കും വിധം ഒരു ആദിവാസി കുടുംബത്തിന് 5 ഏക്കർ ഭൂമിക്ക് അവകാശമുള്ള സമയത്ത് വെറും 10 സെന്റ് സ്ഥലത്തിന് വേണ്ടി
പട്ടയത്തിന് വേണ്ടി 1 വർഷമായിട്ടും അവിടെ താലൂക്ക് പടിക്കൽ കിടന്നിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ കിടന്നപ്പോൾ വളരെ ജീർണിച്ച അവസ്ഥയില് മഴ പെയ്യുമ്പോഴത്തേക്ക് കക്കുസമാരിനും പേരടകത്തേക്ക് തള്ളിക്കയറുന്ന അവസ്ഥയില് ഈ ലൈവ് ചാനലിന്റെ ജയാമട ജ്യോതിഷ് സാറും നേരിട്ട് അവിടെ ചെന്ന് അത് വീഡിയോ എടുത്തു കഴിഞ്ഞ് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നിൽക്കുന്ന ആ ജനപ്രതിനിധികളെ നമ്മൾ ഏത് വിധത്തിൽ സംബോധന പോലും ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയായി. അങ്ങനെ നമ്മൾ സമരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് ഉപരോധനം നടത്തി. ആ റോഡ് ഉപരോധനം നടത്തി കഴിഞ്ഞപ്പോൾ അവര് ഇപ്പൊ ഇവിടുത്തെ സെക്യൂരിറ്റി കാണിച്ചപ്പോൾ തന്നെ പോലീസുകാർ മതി നിർത്തിക്കാൻ മാറിക്കൊള്ളാൻ പറഞ്ഞു. ഇവിടെ ഒരു MLA-യുടെ വണ്ടി പോകുമ്പോഴും അല്ലെ ഒരു MP-യുടെ വണ്ടി പോകുമ്പോഴും ഇവിടെ മന്ത്രിമാര് സഞ്ചരിക്കുമ്പോഴും ഈ റോഡൊക്കെ എത്ര സമയം ബ്ലോക്ക് ആക്കുന്നു. ഒരു ആംബുലൻസ് പോലും കടത്തിവിടാത്ത രീതിയിൽ ബ്ലോക്ക് ആക്കുന്ന പോലീസുകാർ ഇവിടെ ഇല്ലേ? എന്തുകൊണ്ട് ഇവിടെ പാവപ്പെട്ട ജനതയുടെ അവകാശങ്ങൾ അംഗീകരിക്കാതെ അവർക്ക് ഒരു വിധത്തിൽ പോലും ഒരു സമരം ചെയ്യാൻ അവകാശമില്ലാതെ ആക്കിയത് ആരെ ഇവിടെ? അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ റോഡിൽ കയറി കുത്തിയിരുന്നു. ഞാൻ പറയുന്നത് തൊട്ടുപോകരുത്. ഞാനിവിടെ ഇരിക്കുന്നത് വെറുതെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് കാഴ്ച കാണാൻ വേണ്ടി കാഴ്ച വശമായിട്ട് ഇരിക്കുന്നല്ല. ഈ ഇരിക്കുന്ന 35 കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധ സമരമാണ്. ആ സമരത്തിന് അനുകൂലമായ ഒരു മറുപടി പറയുവാൻ MLA-യോ ജില്ലാ കളക്ടർ ആരാണെങ്കിലും വരണമെന്ന് പറഞ്ഞു. അതിനുശേഷം ആ സമരത്തിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്തു. 12 പേരെ അറസ്റ്റ് ചെയ്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വൈകുന്നേരമായി വിട്ടപ്പോ ഞങ്ങളുടെ 12 പേരുടെയും പേരിലും 6000 രൂപ വെച്ച് കേസിന്റെ വിധി വന്നു. ആ 6000 രൂപയിൽ ഞങ്ങൾ അടക്കില്ല എന്ന് പറഞ്ഞു. വീണ്ടും അവര് വന്ന് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ പെനാൽറ്റി അടിച്ച് നിങ്ങൾ മാറണം, എത്രയും പെട്ടെന്ന് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ് ഈ സമരത്തിന്റെ പിറ്റേ ദിവസം 24 കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടി. പറഞ്ഞ മനസ്സിലായോ? എന്റെ രാവിലെ മുതൽ നല്ല ടയർഡായിരുന്നു. ഒരു കക്ഷിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് SP ഓഫീസിലൊക്കെ കിടന്ന് ഉച്ചയ്ക്ക് ഊണ് പോലും കഴിക്കാതെയാണ് ഇന്നത്തെ യാത്ര. അതിന്റെ ടയർഡായിട്ടാണ് കേട്ടോ, സോറി. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ തരാതിരിക്കാൻ ഇവിടുത്തെ ഒരു ജനപ്രതിനിധിക്കും പറ്റത്തില്ല. MLA ആയാലും MP ആയാലും മന്ത്രി ആയാലും കളക്ടർ ആയാലും ഇവരൊക്കെ ഈ ദാഹത്തിൽ ഇവരെ കുടുംബത്തിരിക്കുന്നവരൊന്നുമല്ല. ഇവരെ പാർട്ടിക്കാർ വോട്ട് ചെയ്തിട്ടൊന്നല്ല ഇവര് കയറുന്നത്. ഇവിടുത്തെ സാധാരണപ്പെട്ട ഓരോ വീട്ടിലെ ഓരോ ജനങ്ങളെ പാവപ്പെട്ടവന്റെ വോട്ട് കിട്ടിയിട്ടാണ് ഈ ജനപ്രതിനിധികളൊക്കെ MLA ആയിട്ടും MP ആയിട്ടും മന്ത്രിയായിട്ടും ഒക്കെ ചെന്ന് കയറുന്നത്. അത് ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ നികുതി പണം കൊണ്ട് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർ നമ്മുടെ ദാസരാ. ഇവര് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മളാ നിയോഗിക്കപ്പെട്ട നമ്മുടെ വേലക്കാരാണ് ഇവര്. പിന്നെ എന്തുകൊണ്ടാണ് ഇവര് നമ്മുടെ ആവശ്യങ്ങള് കണക്കിലെടുക്കാതെ മാറി നിൽക്കുന്നത്? അതിന്റെ കാരണം ഇതുപോലുള്ള കമ്പനികളിൽ നിന്ന് കിട്ടുന്ന കോടിക്കണക്കിന് വരുന്ന സംഭാവനകളും കോടിക്കണക്കിന് വരുന്ന ഫണ്ടുകളും അവരുടെ അക്കൗണ്ടിൽ എത്തുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ഒരു 42 കുടുംബങ്ങൾ മരിക്കുന്നതാണോ നല്ലത്? അവരുടെ ജീവിതമാണോ സുരക്ഷിതം? അതുകൊണ്ട് ഈ വൈകിയ വേളയിലും അധികം സമയം നീട്ടിക്കൊണ്ട് ഞാൻ പോകുന്നില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാണ്, നമ്മുടെ ഈ സമരത്തിന്റെ രീതി ഒന്ന് മാറ്റണം. നമ്മുടെ സമരത്തെ രീതി മാറ്റിയേ പറ്റുള്ളൂ. നമ്മൾ എന്ന് വൈകുന്നേരം വന്ന് ഇതുപോലെ കൊതുകടിയും കൊണ്ടിരുന്ന് പന്തം കൊടുത്ത് പ്രകടനം മാത്രം നടത്തുമ്പോ ഇവർക്കറിയാം പട്ടി വരച്ച പടിവാരം ഓർക്കൽ ഇവർ ഇത്രയൊക്കെ ഉള്ളത്. ഇതല്ല അയ്യൻകുടി ജനത, ഇതല്ലെന്ന് മാറ്റിയെടുത്തവരെ കാണിച്ചു കൊടുക്കണം. ഞാനുണ്ട് മുന്നില്, ഞങ്ങളുടെ സംഘടനയുണ്ട് മുന്നില്. നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ സമരത്തിന്റെ രീതി ഒന്ന് മാറ്റുന്നതിന് വേണ്ടി എല്ലാവിധത്തിലുള്ള ഐക്യദാർഢ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. കാരണം എടുത്തു വെച്ചേക്കുന്ന ഓരോ കാര്യങ്ങളും വിജയിപ്പിച്ച് തന്നെ മാറിയിട്ടുള്ളൂ. നമ്മുടെ അന്ധകാരനടി തുറക്കാതെ ഒട്ടനവധി പാവപ്പെട്ട ആളുകളെ മീൻ ഉപജീവനമാർക്കായി നിന്ന ആളുകളുടെ വള്ളങ്ങൾ വല്ല നശിച്ചു പോയി. എത്ര പേര് ആത്മഹത്യ ചെയ്തെന്നറിയാമോ? നമ്മുടെ അന്ധകാരനടി അത് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത് 3-ാം ദിവസം അന്ധകാരനടി തുറപ്പിച്ച് ഞങ്ങള് അത് തുറന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ അയ്യൻകുടി ജനതയുടെ എല്ലാവിധത്തിലുള്ള വിഷയങ്ങളെ ബന്ധപ്പെട്ട് ഇവരുടെ പുനരധിവാസം അവര് പറയുന്ന രീതിയിൽ സർക്കാരിന്റെ അല്ല, ഇവര് വെക്കും സമരസമിതി ഡിമാൻഡ് വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നേടി തന്നു കഴിഞ്ഞാൽ ഈ സമരത്തിന്റെ പിന്മാറുകയും നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മള്
നമ്മുടെ കൊച്ചുകുട്ടികള് വളർന്നു വരുന്ന തലമുറ കുഞ്ഞുങ്ങള് കാസർഗോഡ് ജില്ലയിലെ എൻ്റെ സ്വല്പം പൈസ പ്രദേശം പോലെ ആക്കാതെ ഈ അയ്യങ്കുടി സമരം അല്ലെങ്കിൽ അയ്യങ്കുടി ജനതയെ അതിജീവന സമരത്തിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് എടുക്കുന്നതിന് വേണ്ടി എല്ലാവിധത്തിലുള്ള ഐക്യദാർഢ്യം പറയുകയും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ആദിവാസി ദളിത് പ്രൊട്ടക്ഷൻ റൈറ്റ് മൂവ്മെന്റ് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓമന ശ്രീജ എന്ന ഈ ഞാൻ വൈക്കത്തുനിന്ന് വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുവാനും നിങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുവാനും എന്തിനും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിങ്ങളുടെ മുന്നിൽ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ ശ്രീമതി ഓമന ശ്രീജ. അടുത്തതായി ബഹുമാനപ്പെട്ട ഈ ജനകീയ സമിതിയുടെ പ്രസിഡന്റ് രാധാകൃഷ്ണൻ, അതേപോലെ സെക്രട്ടറി പങ്കജാക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ജനകീയ സമിതിയുടെ ഭാരവാഹികളെ, അതേപോലെ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ, നമുക്കറിയാം ഇന്ന് 70-ാം ദിവസമാണ് ഈ സമരം ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിജീവന സമരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിജീവന സമരം തന്നെയാണ്. നമുക്കറിയാം പ്രദേശത്ത് ആളുകളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഇതിനോടകം സംസാരിച്ചു കഴിഞ്ഞു എല്ലാവരും. തീർച്ചയായിട്ടും ഇവരാണ് ചോസിയുടെയും റിഫൈനറിയുടെയും തലയെടുപ്പ് മൂലമാണ് നമ്മളിത് തികച്ചും ഒറ്റപ്പെട്ടു പോയത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നമ്മുടെ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അതുപോലെ ജില്ലാ കളക്ടറും കമ്പനിയുമായിട്ട് ഒരു ചർച്ച ചെയ്ത് തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് എന്റെയും ആഗ്രഹം. അതിനോടൊപ്പം ഞാനും നിൽക്കുന്നു. അവരുടെ ഈ പ്രശ്നത്തിൽ എപ്പോഴും അവരോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്നും കൂടെ ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഈ വാർഡിന്റെ പൊതുവായ ഒരു പ്രശ്നമാണ്. നമുക്ക് അറിയാം 4 പ്രദേശം അടങ്ങുന്ന ഒരു വാർഡാണ് അമ്പലമുകൾ അടൂർ വാർഡ്. ഏറ്റിക്കര പ്രദേശവും അതുപോലെ അമ്പലമുകൾ പ്രദേശം അവർക്ക് ഇനി ഈ പ്രൊജക്ട് വരുന്നില്ല. പുതിയൊരു പ്രൊജക്ട് വരാതെ അവർക്ക് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനോടകം പല മെഡിക്കൽ ക്യാമ്പുകളും അതുപോലെ പല പൊല്യൂഷൻ റിപ്പോർട്ടുകളും അവർ ആവശ്യപ്പെട്ടു. അത് നമ്മളെ പല പ്രാവശ്യം നിരസിച്ചെങ്കിലും തീർച്ചയായിട്ടും അവരുടെ ആവശ്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും നമ്മൾ അതിന് അംഗീകരിക്കുകയായിരുന്നു. ആ പ്രശ്നത്തിനെല്ലാം അവർക്ക് മറുപടിയായിട്ട് ഈ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ സ്ഥലം ഏറ്റെടുത്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് നമ്മുടെ മുൻ MP-യുമായ ശ്രീ PC തോമസ് അവരുടെ സാദരം ക്ഷണിച്ചു വരുന്നു. അധ്യക്ഷൻ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ ഇവിടെ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെങ്കിലും ഈ പങ്കജാക്ഷൻ ഹൈക്കോടതിയിലെ മുഴുവൻ റെക്കോർഡുകളുമായിട്ട് ഇന്നലെ എൻ്റെ അടുത്ത് വന്നപ്പോൾ അത് മുഴുവൻ പഠിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുവാൻ കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം ഇന്ന് വന്ന് കാണുവാനായിട്ട് പറ്റുമെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് അവരൊക്കെ തയ്യാറായി. ഇന്ന് ആ സ്ഥലം കണ്ടിട്ട് പോകാൻ വന്നതാണ്. അത് കഴിഞ്ഞ് എറണാകുളത്ത് ഒരു പരിപാടിക്ക് എത്താൻ ഉണ്ടായിരുന്നു എങ്കിലും ഇവിടെ വന്നപ്പോൾ ആ സ്ഥലം 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും കൊണ്ട് കാണത്തില്ല, കണ്ടു തീരത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് 3/4 മണിക്കൂറോ 1 മണിക്കൂറോളം എടുത്ത് ആ സ്ഥലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങൾ പോയി. അവിടെ എല്ലാം കണ്ടപ്പോൾ ഇത് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത ഒരു മേഖല പോലെ ഉള്ള സ്ഥലമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഒരിടത്തും ഇതുപോലുള്ള ഒരു പ്രശ്നം, ഇതുപോലെ രൂക്ഷമായ ഒരു പ്രതിസന്ധി അതിനെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ജനങ്ങൾ, അങ്ങനെയുള്ളവരെയോ അങ്ങനെയുള്ള സ്ഥലമോ കാണാൻ കഴിയുകയില്ല. പലയിടത്തും പല രീതിയിലുള്ള വികസനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്, ഇതുപോലെ നല്ല വ്യവസായങ്ങൾ വന്നു. ആ വ്യവസായങ്ങളൊക്കെ വരട്ടെ, അത് നല്ലതാണ്. അവിടെ തൊഴിൽ കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാൻ പറ്റും. അതുപോലെ വലിയ വികസന കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടക്കും. പക്ഷേ അതിനുവേണ്ടി ത്യാഗം അനുഭവിച്ച ചില ആൾക്കാരുണ്ട്.
അവർക്ക് സ്ഥലം കൊടുക്കുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ള സ്ഥലത്ത് താമസിച്ചു വരുന്നവരോ ഒക്കെ ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ? അത് ശരിയാണോ? അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ അവർക്ക് പ്രശ്നമുണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ഒരു കാരണവശാലും സാധാരണഗതിയിൽ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളെ അവർ നേരിടുകയാണ്. ഈ കമ്പനികളുടെ വേസ്റ്റ് ഗ്യാസായിട്ടും മറ്റേതായിട്ടും മറിച്ചതായിട്ടും ഒക്കെ ഇവരുടെ നെഞ്ചത്തേക്ക് കയറുകയാണ്. ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. ശ്വസിച്ചാൽ അപകടം. കൊച്ചു പിള്ളേരൊക്കെ ഓടി നടക്കുന്നത് കണ്ടപ്പോൾ അവരെ കണ്ട് സങ്കടപ്പെടുകയാണ് ഉണ്ടായത്. കാരണം നാളെ അവർക്കും ഇതുപോലുള്ള പ്രയാസങ്ങൾ വരികയാണ്. അവിടെ ഞാൻ ചെന്നപ്പോൾ ചില ആളുകൾക്ക് അനങ്ങാൻ പോലും വയ്യ. ചിലർ മരിച്ചുപോയി കഴിഞ്ഞു, ചിലർക്ക് അനങ്ങാൻ വയ്യ. ചിലരെ കണ്ടു, അവർക്ക് ഒരു വിധത്തിലും ഒന്ന് അനങ്ങാൻ പോലും വയ്യ. അവര് വേറെ ഒരു കുറ്റവും ചെയ്തില്ല. അവർ താമസിക്കുന്ന സ്ഥലത്ത് താമസിച്ചു എന്ന് മാത്രം, അവർ ശ്വസിച്ചുകൊണ്ടിരുന്ന വായു ശ്വസിച്ചു എന്ന് മാത്രം. പക്ഷെ ആ വായുവിന് വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. എയർ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന വലിയൊരു കമ്പനി ഉണ്ടായപ്പോൾ അവിടെ നിന്ന് വരുന്ന ആ വായു അല്ലെങ്കിൽ അവിടുന്ന് മലിനീകരിക്കപ്പെട്ട സാധനങ്ങൾ വരുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത് അവരറിയുന്നില്ല. അവർ ഈ കമ്പനികൾക്കൊക്കെ ഓക്സിജനോ നൈട്രോജനോ മറ്റെന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ കൊടുക്കട്ടെ, നല്ലത്. പക്ഷേ അല്ലെങ്കിൽ പുറത്ത് വേറെയും വെക്കുന്നുണ്ടാകും, അമേരിക്കൻ കമ്പനി ആയിരിക്കും. പക്ഷേ അവരറിയുന്നുണ്ടോ അവരുടെ ആ പ്രയത്നം ഗുണകരമാണ് ഒരു വശത്തെങ്കിലും ഇവിടെ താമസിക്കുന്ന ഈ പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ദൂഷ്യമാണ് ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് വരുന്ന ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീ കത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പലയിടത്ത് നിന്ന് പല ഭാഗത്തുള്ളത് കണ്ടു. അത് കണ്ടപ്പോൾ ഏതാണ്ട് എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആ തീയിൽ നിന്നുള്ള ആ പുക ഈ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ആ മേഖലയിലേക്കാണ്. അവർ അത് ശ്വസിക്കുകയാണ്. വേണമെങ്കിൽ പരിഹാര മാർഗമായിട്ട് കുറച്ചു നാളത്തേക്ക് നിങ്ങളൊന്ന് മാറിക്കൊടുത്തിട്ട് ഇതിന്റെയും അതിന്റെയും എന്ന് പറഞ്ഞാൽ HOCയുടെയും BSNLയുടെയും മേലധികാരികൾ, അതുപോലെ കളക്ടർ പോലെയുള്ള ഗവൺമെന്റിന്റെയും മേലധികാരികൾ കുറച്ചു നാള് നിങ്ങളുടെ അടുത്ത് വന്ന് താമസിക്കണം. അങ്ങനെ വന്ന് താമസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ. എങ്കിൽ ഓമന പറഞ്ഞതുപോലെ സമരം ചെയ്യാനായിട്ട് നിങ്ങൾ മാത്രമല്ല എല്ലാവരും വരാൻ തയ്യാറാണ്. നിങ്ങളോടൊപ്പം നിങ്ങളുടേത് ന്യായമാണ്, സത്യമാണ്, അതിന് പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് ബോധ്യപ്പെടാനായിട്ട് ഒട്ടും സമയം വേണ്ട. നിങ്ങളുടെ ജീവിതം കണ്ടാൽ മനസ്സിലാകും. നിങ്ങൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, പക്ഷെ ഇനിയും അനുഭവിക്കേണ്ടവരാണ് എന്ന് എന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കേണ്ട നടപടി സ്വീകരിക്കുവാനായിട്ടുള്ള ബാധ്യത എല്ലാവർക്കുമില്ലേ? ഞാന് ഹൈക്കോടതി റെക്കോർഡുകളെല്ലാം കണ്ട ശേഷം ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊന്ന് സംസാരിച്ചു. ഫോണില് ഈ പങ്കജാക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചപ്പോൾ ഒരു മേധാവി എന്നോട് പറഞ്ഞു, സാർ ഇന്നലെ വന്നിച്ചു പോയി എന്ന് ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ വന്നപ്പോൾ ഇവിടെ വീണ്ടും വരണം എന്ന് തോന്നാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവരുടെ പ്രശ്നം അത്രയും രൂക്ഷമാണ്, എങ്ങനെയും പരിഹരിക്കണം, പരിഹരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊക്കെ ശരിയാ, അതിനെയൊക്കെ അതിജീവിച്ചേ പറ്റൂ. എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും അതിന് പരിഹാരമുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ നേടാൻ പറ്റിയിട്ടില്ലേ? കൊച്ചി റിഫൈനറി എത്രയോ വലുതായിരിക്കുന്നു. പാർലമെന്റിലും മറ്റു വേദികളിലുമൊക്കെ കൊച്ചി റിഫൈനറിയുടെ കാര്യം ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ഈ മേഖലയിലെ വ്യവസായം ഇതുപോലെ വളർന്നപ്പോൾ അതിന്റെ പ്രയോജനം കൂടുതൽ കിട്ടണം എന്നുള്ള ആ ഉദ്ദേശത്തോടെ പലപ്പോഴും പല മേഖലകളിലും എത്തിക്കുവാൻ ഞാൻ ഉൾപ്പെടെ എത്രയോ പേർ ശ്രമിച്ചിരിക്കുന്നു. പക്ഷേ അതിനിടയിൽ കൂടി നിങ്ങൾ അനുഭവിക്കുന്ന ആ വേദനയും ആ വലിയ ബുദ്ധിമുട്ടുകളും ആരും അധികം മനസ്സിലാക്കുന്നില്ല. ഈ വലിയ മതിലുകള് അത് നേരെ എത്തി നിങ്ങളുടെ പഴയ റോഡ് തന്നെ അടച്ചു കളഞ്ഞിരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ തോട് ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു. ഉണ്ടെങ്കിൽ തന്നെ അതിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു. ആ തോട്ടിൽ കൂടി ഒഴുകുന്നത് നല്ല വെള്ളമാണോ എന്നുള്ളത് സംശയമാണ്. ആ വെള്ളം കുടിച്ചിരുന്നു, ആ വെള്ളത്തിൽ കുളിച്ചിരുന്നു,
ആ വെള്ളത്തിൽ ഇവിടെയുള്ള ആളുകള് പല രീതിയിൽ അത് ഉപയോഗപ്പെടുത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനൊന്നും തോന്നുന്നില്ലാത്ത വിധത്തില് അത് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എല്ലാം. ഒരു കിണറുണ്ടാക്കിയാൽ ആ കിണറ്റിൽ നിന്നുള്ള വെള്ളം പോലും കുടിച്ചാൽ അപകടമാണ് എന്ന് വന്നാൽ അങ്ങനെ ഒരു സ്ഥലം കേരളത്തിലുണ്ടോ, ഇന്ത്യയിലുണ്ടോ? ഒരിടത്തുമില്ല. അങ്ങനെ ഒരു സ്ഥലമില്ല. നമ്മൾക്ക് നമ്മുടെ സ്ഥലത്ത് ഒരു കിണറ് കുത്താൻ അവകാശമുണ്ട്. 7-8 സെന്റുള്ള ആൾക്കും ഒരു കിണറുണ്ടാക്കാം. അവിടെ വെള്ളം കിട്ടിയാൽ നല്ല വെള്ളമാണ്. എല്ലായിടത്തും അങ്ങനെയാണ്. ഏറ്റവും നല്ല വെള്ളം അതാ. തോട്ടിൽ കൂടുതലോ ആറ്റിൽ കൂടുതലുള്ളതോ അല്ലെങ്കിൽ ലേക്കിൽ കൂടുതലുള്ളതോ ഒന്നും അല്ല ഏറ്റവും നല്ല വെള്ളം എന്ന് വിശ്വസിക്കുന്നവര് സ്വന്തമായിട്ട് പാടുപെട്ടാണെങ്കിലും കാശ് മുടക്കിയാണെങ്കിലും ഒരു കിണർ കുത്തി അതിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ട് അവരത് കുടിക്കും. എന്നിട്ട് പറയും ഏറ്റവും നല്ല വെള്ളം കിട്ടി. ആ വെള്ളം ശരിയാ, ഒരു കാരണമല്ല. ഇവിടെ കിണറുണ്ടാക്കിയാൽ ആ കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിലും ഇവിടുത്തെ ആ അഴുക്കെല്ലാം ഉണ്ടായിരിക്കും. അഴുക്കിന്റെ ഭാഗങ്ങൾ അവിടെ വരെ എത്തിയിരിക്കുകയാണ് എന്നുള്ളത് ചിന്തിച്ചേ പറ്റൂ. കോടതിയിൽ കേസുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിനായി അവർ റിപ്പോർട്ട് നൽകാനായിട്ട് വെച്ചിരിക്കുകയാണ്. അവർ റിപ്പോർട്ട് നൽകട്ടെ. പക്ഷേ കോടതിയിലെ കേസ് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിനകത്ത് എല്ലാവരും കൂടി തീരുമാനത്തിന് തയ്യാറാകണം. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും തയ്യാറാകണം. അതിന് രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമൊന്നുമില്ല. അതിന് യാതൊരു വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ വലുതോ ആരോ ചെറുത് എന്നുള്ള തർക്കങ്ങളോ ഒന്നുമില്ല. അതിനകത്ത് എല്ലാവരും ഒരുപോലെയാണ്. കാരണം നമ്മുടെ സഹോദരങ്ങളാണ് ഇവിടെ ഇത്രയധികം യാതന അനുഭവിക്കുന്നത്. ഇത്രയും കാലം യാതന അനുഭവിച്ചതിന്റെ ആ ഫലം ഓരോരുത്തരും അവരുടെ മുഖത്ത് നിന്ന് ഒന്നും പറയാതെ തന്നെ അവരുടെ മുഖത്ത് നിന്ന് കാണത്തക്ക വിധത്തില് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുണ്ട്. അതിൽ ചിലർ പറഞ്ഞു ഞാൻ അധികം താമസിക്കാതെ എന്റെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് പോലും കരുതുകയാണ്. ആ രീതിയിൽ വരെ ചിന്തിക്കുന്ന ആളുകൾ. സഹോദരന്മാര് ഇവിടെ ഉണ്ട് എന്ന് BPCL-ഉം HOC-യും മാത്രമല്ല ഗവൺമെന്റും ബന്ധപ്പെട്ടവരും ഒക്കെ മനസ്സിലാക്കണം. ഇതിന് മറുമരുന്ന് കണ്ടേ പറ്റൂ. മറുമരുന്നില്ലാത്ത ഒന്നുമില്ലല്ലോ. ഏതിനും മറുമരുന്നുണ്ടല്ലോ. അതാണല്ലോ നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രത്യേകത. നമുക്കൊരു ഭരണഘടന ഉണ്ടല്ലോ. ആ ഭരണഘടന എത്രയോ പാടുപെട്ട് ഉണ്ടാക്കിയതാ. 3 വർഷം പാടുപെട്ട് പഠിച്ച് ഉണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടനയില് ഒരിടത്ത് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കുമുള്ള അടിസ്ഥാനമായ അവകാശം. ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ആ അവകാശത്തെ തൊട്ടുകളിക്കാൻ ആർക്കും പറ്റത്തില്ല. ആ അവകാശത്തെ തൊട്ടുകളിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇവിടെ അധികാരികൾ മാത്രമല്ല കോടതികളുണ്ട്. ആ കോടതികളുടെ ജോലി എന്താ? ആ കോടതികൾ നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് നോക്കും. എതിര് പറയുന്നവരും ശരിയാണോ പറയുന്നത് നോക്കും. അല്ലാതെ ഒരാളെ ആദ്യം തന്നെ കേട്ട് തീരുമാനിക്കാറില്ല. അതാണ് കോടതികളുടെ വ്യത്യാസം. കോടതിയിൽ നിങ്ങൾ പരാതി കൊടുത്താൽ കോടതി നിങ്ങളുടെ പരാതി കേൾക്കും എന്ന് മാത്രമല്ല നിങ്ങളുടെ എതിരാളിയെയും വിളിച്ചു പറയും നിങ്ങൾക്കെതിരായിട്ട് ഈ പരാതി ഉണ്ട്, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്. അവർ പറയുന്നത് കേൾക്കും. അത് കഴിഞ്ഞ് തെളിവ് കൊടുക്കണമെങ്കിൽ തെളിവ് കൊടുക്കാം. അത് ഒരു വിഭാഗത്തിന് മാത്രമല്ല മറുവിഭാഗത്തിനും തെളിവ് കൊടുക്കാം. ഇതെല്ലാം കേട്ടിട്ട് വേണം നീതിന്യായ കോടതി നീതി ഏത് ന്യായമേത് എന്ന് കണ്ടുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ് ഭാരതത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മേഖലയിൽ അത് പറയുന്നുണ്ട്. ആ കോടതികൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലുമുണ്ട്. എല്ലാ കോടതികളുമുണ്ട്. ഹൈക്കോടതിയുണ്ട്, അതിന് മുകളിൽ സുപ്രീം കോടതിയുണ്ട്. ഈ കോടതികളൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റും. പറ്റിയില്ല എങ്കിൽ എവിടം വരെ പോകാനും ഈ നാട്ടിൽ ജനങ്ങൾ തയ്യാറാണ്. ഈ സമര പോരാട്ടം 70ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനി അത് നീട്ടരുത് എന്ന് മാത്രമല്ല അടുത്ത ദിവസം തന്നെ ഇത് പരിഹരിക്കുവാൻ ആദ്യം തയ്യാറാകേണ്ടത് ഈ BPSC-യിലും അതുപോലെ HOC-യും. ഈ 2 കമ്പനികൾ മുന്നോട്ട് വരണം. ഞങ്ങൾ അങ്ങോട്ട് പറയാതെ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരണം. ഞാൻ ഫോണിൽ സംസാരിച്ചതിന് മറുപടി അവർ പറഞ്ഞു. അവരെതിരല്ല എന്നവർ പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് അവരെല്ലാം സമ്മതിക്കുന്നുണ്ട്. അവർക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളല്ല അതിനെ മറുമരുന്ന് കാണേണ്ടത് എന്നുള്ള നിലപാടാണ് അവർ ഓരോരുത്തരും സ്വീകരിക്കുന്നത്. പിന്നെ ആരാണ്
എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ രണ്ടുപേരും അതുപോലെ ഗവൺമെന്റും ബന്ധപ്പെട്ടവരും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുക. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ഇതിന് വേറെ പരിഹാരം കാണാനായിട്ട് മാർഗമുണ്ട്. ആ മാർഗത്തിലേക്ക് ഈ നാട്ടുകാരെ തള്ളിവിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തള്ളിവിട്ടാൽ കമ്പനികളൊന്നും ഇവിടെ കാണത്തില്ല. ഒരു കമ്പനിയും ഇല്ലാത്ത വിധത്തിൽ ജനങ്ങൾ നീങ്ങിയാൽ അതിന്റെ പരിഹാരം, അതിന്റെ കാരണം ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ മുൻകൈ എടുക്കണം. BPCLും HOCയും ആദ്യം മുൻകൈ എടുക്കണം. കേരള സർക്കാർ മുൻകൈ എടുക്കണം. ഭാരത സർക്കാർ മുൻകൈ എടുക്കണം. ഇവരെല്ലാം ഞങ്ങൾ ബന്ധപ്പെടും. ഇന്ന് പോയി കണ്ട സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ നേരത്തെ കേട്ടപ്പോൾ മനസ്സിലായതിന്റെ ഒരു 1000 ഇരട്ടി കൂടുതൽ എനിക്ക് മനസ്സിലാക്കുവാൻ പറ്റി. ഓരോ മേഖലയിലും ഉള്ള പ്രശ്നങ്ങൾ, ഓരോ മേഖലയുടെയും പ്രത്യേകതകൾ, ഓരോ മേഖലയിലേക്കും വന്നു ഭവിക്കുന്ന ഈ അഴുക്കുകള് നമ്മുടെ മേഖലയിലേക്ക് വരുമ്പോൾ ഓരോരുത്തരുടെയും ശ്വാസകോശങ്ങളിലേക്ക് പോകുന്നത്, ശ്വസിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ പലരും മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ക്യാൻസർ വന്നും മറ്റു രീതിയിലുമൊക്കെ പലരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അതുണ്ടാകുമോ എന്ന ഭയപ്പാടിലാണ് ആളുകൾ. അതുകൊണ്ട് ഇതിന് പരിഹാരം കണ്ടേ പറ്റൂ. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും പരിശ്രമിക്കും. നമ്മൾക്കെല്ലാം കൂട്ടായിട്ട് ശ്രമിക്കാം. അതിനകത്ത് ഒരു രാഷ്ട്രീയ ഭേദമന്യേ, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഭേദമന്യേ ഒത്തൊരുമിച്ച് പരിശ്രമിക്കണം. എല്ലാവരെയും കൂട്ടണം. ആരെയും മാറ്റി നിർത്തണ്ട. എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കണം. ഇതാണ് നമുക്കുള്ള പരിഹാരം. ഈ പരിഹാരം ഇന്നല്ലെങ്കിൽ നാളെ കാണും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് 75-ാം ദിവസത്തേക്ക് പോകരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഞാനൊന്നും പറയുന്നില്ല. കാരണം ചിലർക്കൊക്കെ 100-ാം ദിവസം കണ്ടാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. അവർ ആഗ്രഹിച്ചോട്ടെ. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചാൽ ഞങ്ങൾക്ക് വേറെയും ചിലതൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ബന്ധപ്പെട്ടവരെ വേണ്ട വിധത്തിൽ ഇടപെട്ടേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും, അതോടൊപ്പം അതിന് പങ്കാളികളായി തീർന്നിരിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് അതിനെ എല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാനും എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി. നമ്മുടെ സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള DN സുധീകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. സാറ് മുൻ MP, കേന്ദ്രമന്ത്രിയായിട്ടുള്ള, പിന്നെ വർഗീസ് ചേട്ടൻ, നമ്മുടെ ജോസ് ചേട്ടൻ, സാബു ചേട്ടൻ, ഇവരെല്ലാവരും കഴിഞ്ഞ ദിവസം വന്നതാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥലം കാണാനായിട്ട് വീണ്ടും സാറ് വന്നതിന് നന്ദിയുണ്ട്. അത് കൂടാതെ നമുക്കിപ്പോ ഇത് ജനുവരി മാസമാണ്. ജനുവരി മാസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ആയതാ. റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ്. ഈ ഭരണഘടന അംഗീകരിക്കുമ്പോൾ ഈ ഭരണഘടനയിൽ പറഞ്ഞ കുറെ അവകാശങ്ങൾ നമുക്കുണ്ട്. ഈ അവകാശങ്ങളെല്ലാം നമ്മളുടെ ഹനിക്കുമ്പോൾ ഈ ജനുവരി 26 നമ്മൾ എങ്ങനെ ആചരിക്കണമെന്ന് കൂടി നമ്മളൊന്ന് ആലോചിക്കണം. അത് നമ്മൾ നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ജനുവരി 26 എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ഈ ജനാധിപത്യത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ പറയാമോ? ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുതല വാള് പോലെയാ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേക്ക് എങ്ങനെ വേണമെങ്കിലും കയറ്റാം. അതാണ് അതിന്റെ ജനാധിപത്യത്തിന്റെ പ്രത്യേകത. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലത് ചെയ്യാനാണെങ്കിൽ അത് ഏറ്റവും നല്ല, നമ്മുടെ അംബേദ്കർ പറഞ്ഞ പോലെ ഏറ്റവും നല്ല ഭരണഘടനയാണ്. അതുപോലെ തന്നെ അത് ദുരുപയോഗം ചെയ്യാനും പറ്റും. ഒരു പ്രസിഡൻഷ്യൽ അല്ലെങ്കിൽ ഒരു രാജഭരണ കാലത്താണെങ്കിൽ ഇതുപോലെ ഈ കമ്പനി ഇവിടെ പ്രവർത്തിക്കുമോ? ഇല്ല. നിങ്ങൾ നോക്കുക, ഒരു മുതലാളിത്ത രാജ്യത്തോ അല്ലെങ്കിൽ ഒരു ഗൾഫ് രാജ്യങ്ങളിലോ ഇതുപോലെ കമ്പനി ഉണ്ടാവോ? ഇല്ല. ഇതിവിടെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ലൂപ്പ് ഹോളുകൾ മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് ഇതിവിടെ പ്രവർത്തിക്കാമെന്നും ഈ ഫണ്ട് എങ്ങനെ തട്ടാമെന്നും കുറച്ച് ആൾക്കാർ മുൻകൂട്ടി കണ്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ കിടക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട എല്ലായിടത്തും ഒരു ബലിയാടുകൾ ആവശ്യമുള്ളൂ. എല്ലായിടത്തും ഒരു ബലിയാടുകൾ ആവശ്യമായതുകൊണ്ട് നമ്മുടെ ബലിയാടുകൾ 40 വർഷമായിട്ട് നമ്മളെ ബലിയാടുകളായിട്ട് ഇവർ കരുതി വയ്ക്കാറുണ്ട്. നമുക്കറിയാം ഈ HOC കമ്പനി, നമ്മൾ ഇന്ന് ഈ സമരം ചെയ്യുന്ന HOC കമ്പനിയെ നോക്കിയാൽ മതി. ഈ പ്രദേശത്ത് ഈ കമ്പനി വന്നിട്ട് 80 നമ്മുടെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് അക്വിസിഷൻ കഴിഞ്ഞിട്ട് അയ്യങ്കുഴി പ്രദേശത്ത് നിന്ന് ഇവര് അന്നത്തെ, എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടുത്തെ ഈ എവിക്ടീസ് എന്ന് പറഞ്ഞൊരു സംഘടന ഇവിടെ ബോർഡ് വെച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ഗിരിച്ചാരനൊക്കെ വെച്ചത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പരിസരവാസികൾക്കും
കുടിയിറക്കപ്പെട്ടവർക്കും ജോലി കൊടുക്കണം. കുടിയിറക്കപ്പെട്ടവർക്ക് കൊടുത്തു, അത് കുറെ പ്രത്യേക സമുദായത്തിൽപ്പെട്ട ചിലർക്ക് മാത്രം കൊടുത്ത്, അതിനുശേഷം ഈ അയ്യങ്കുഴി പ്രദേശത്ത് ഒരാളെ പോലും ഒരു ജോലിക്ക് കയറ്റിയിട്ടില്ല. ഒരാളെ പോലും ഇപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാജഭരണം പോലെ മരുമക്കത്തായോ മക്കത്തായോ ഒക്കെ ആയിട്ട് കുറെ ആൾക്കാരെ ഇവിടെ ജോലിക്ക് കയറ്റുന്നുണ്ട്. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മളെ പോലും നമ്മൾ ഈ കഴിഞ്ഞ തവണ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഒന്നോ രണ്ടോ പേരെ ഒരു ജോലിക്ക് കയറ്റിയത്. അപ്പൊ അത്രയ്ക്ക് നമ്മൾ അവഗണിച്ചിട്ടേക്കുന്ന ഒരു കമ്പനിയാണ് HOC. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 3 വർഷവും കെട്ടിയടച്ച് നമ്മളുടെ പിള്ളേരുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ നശിപ്പിച്ച കമ്പനി നമ്മളെ ഇങ്ങനെ ആക്കിയതിൽ ഒരു ജോലി പോലും കൂടെ കൂലിപ്പണിക്ക് പോലും നമ്മുടെ ഇവിടെ കയറ്റാറില്ല HOC-യിൽ. ബാക്കിയുള്ളവരെല്ലാവരും മറ്റേ റിഫൈനറിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കൂലിപ്പണിക്ക് പോലും കയറ്റാത്ത ഒരു കമ്പനിയാണ് HOC. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ അവകാശങ്ങളും ഹനിച്ചത് റിഫൈനറിയാണ്, BPCL. എന്താ വെച്ച് കഴിഞ്ഞാൽ തോട്, ഇപ്പൊ സാറ് പറഞ്ഞ തോട് അടച്ചു കെട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹനിച്ചത്. നമ്മുടെ സ്കൂള് 1/2 കിലോമീറ്റർ മാത്രമുള്ളായിരുന്നു സ്കൂൾ എല്ലാം ഹനിച്ച്. സാറ് പറഞ്ഞല്ലോ ഇവരുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഇവിടെ വന്ന് താമസിക്കട്ടെ. എന്തുകൊണ്ട് ഇവരുടെ ടൗൺഷിപ്പ് HOC ആദ്യം സ്ഥലം എടുത്തു കഴിഞ്ഞപ്പോ ഇരുമ്പനത്ത് കൊണ്ടുവന്ന ടൗൺഷിപ്പ് വെച്ചു. BPCL-ന്റെ ടൗൺഷിപ്പും മറ്റുള്ളതും അവര് 10 കിലോമീറ്റർ അപ്പുറം കൊണ്ടുവച്ചു. അവർ മറ്റേ ഇവരുടെ പോലും, അതായത് സെക്യൂരിറ്റിയുടെ പോലും ഇവിടെ അല്ല ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇവർ ചെയ്യുമ്പോൾ ഇവർക്കറിയാം ഇവിടെ താമസിക്കാൻ കൊള്ളില്ലെന്ന്. ഇവർക്ക് ഇവിടെ താമസിക്കാൻ കൊള്ളില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളെവിടെ ഇട്ടത്. ഒരു പരീക്ഷണ വസ്തുവാണ്. നമ്മളെ സുരച്ചാട്ടം പറഞ്ഞ മാതിരി കുറച്ചു കാലോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കക്കാർ വന്ന് നമ്മളെ കൊണ്ടുപോകും. എന്താ വെച്ചാൽ ഏറ്റവും കുറവ് ഓക്സിജനിൽ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചന്ദ്രനിലേക്ക് അയക്കാൻ പറ്റുമെന്ന് അവർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക. അത് റിഫൈനറി ചിലപ്പോ ഇവര് പൈസ വാങ്ങിച്ചിട്ടായിരിക്കുന്നേ. തീർച്ചയായിട്ടും പറഞ്ഞത് കറക്റ്റാ. ഏറ്റവും കൂടുതൽ ഓക്സിജനിൽ ജീവിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ അങ്ങനെയാണല്ലോ പറയണേ, ഒരാളെ ഈ ഗിനിപ്പന്നിനെയൊക്കെ നമ്മൾ പരീക്ഷണം നടത്തണം അങ്ങനെയാണല്ലോ. ഓരോ ഡോസ് കൊടുത്ത് ഉള്ള ആ മരുന്നിന്റെ എഫക്ട് എത്രയാന്ന് മനസ്സിലാക്കണേ. ഇതുപോലെ നമ്മളിൽ എന്തോ ഒരു എഫക്ട് ഉണ്ട്. ഈ ഓക്സിജൻ ഇല്ലാണ്ട് എത്ര കാലം ജീവിക്കാവുന്നവർ പരീക്ഷിക്കായിരിക്കും. അപ്പൊ ഇതിനെല്ലാം നമ്മളുടെ അവകാശങ്ങൾ നേടിത്തരേണ്ടതാണ് നിയമനിർമ്മാണ സഭ, അല്ലേ സാറേ? നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം ജനങ്ങളെ ബാധിക്കുമെങ്കിൽ ആ പ്രശ്നത്തിന് നിയമത്തിലൂടെ മറികടക്കാൻ, അതായത് നിയമം ഭേദഗതി ചെയ്യാം. അതാണ് അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടന ഒത്തിരി തവണ നമ്മുടെ ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രദേശം അങ്ങനെ ഭരണഘടന ഇപ്പൊ ഇവര് പറയുന്നത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. റിഫൈനറിയും പറയുന്നത് HOC-യും പറയുന്നത് അത് തന്നെയാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് അനുഭവമുണ്ട്, പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മെമ്പർമാരോടോ പാർട്ടിയുടെ ആൾക്കാരോടോ മറ്റുള്ളവരോ നിങ്ങളുടെ പ്രശ്നം 100-ൽ 110% ശരിയെന്നേ, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ഈ 100-ൽ 110% ശരിയാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് ഈ അമെന്റ്മെന്റ് ചെയ്താൽ മതി. ഇപ്പൊ ഈ പ്ലാന്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ഒരു 100 മീറ്ററോ അല്ലെങ്കിൽ 500 മീറ്ററോ ഈ നമ്മുടെ കേരളത്തില് ഇങ്ങനെ വ്യവസായങ്ങൾ, റെഡ് കാറ്റഗറി വ്യവസായങ്ങളുടെ ചുറ്റിനും ഗ്രീൻ ബെൽറ്റ് വേണം എന്നൊരു നിയമ ഭേദഗതി വരുത്തിയാൽ മതി. 140 MLA-മാരുണ്ടല്ലോ ഇവിടെ. നിയമ ഭേദഗതി വരുത്തി കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നം തീർന്നു. വേറെ ഒന്നും വേണ്ട. അല്ലെങ്കിൽ ഇത് കോടതിയിൽ ഇപ്പൊ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് സൗണ്ട് പൊല്യൂഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതങ്ങനെ ഇവിടുത്തെ സർക്കാർ കളക്ടർ അത് അഫിഡവിറ്റ് കൊടുത്താൽ മതി, പ്രശ്നം തീർന്നു. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കാത്തത് ഇവരെന്തുകൊണ്ടാ? ഇവര് പറഞ്ഞ ചില പള്ളിയിൽ അപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ, എന്താ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളുടെ കാര്യം ഞാൻ പ്രാർത്ഥിച്ചോളാം. അതെന്ന് വെച്ചാൽ നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, ഞാൻ അത് പച്ചയായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ പറയണ എന്ന് പറയണ മാതിരിയാണ് ഇവരുടെ വാക്കുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ സാറ് നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. സാറിപ്പോ 2 ദിവസം നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഈ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് മലയാളം TV-യാണ്. മലയാളം TV നമ്മളെ നിരന്തരം നമുക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയേണ്ട ചുമതല ഇല്ലെങ്കിൽ പോലും PC സാറിനും മറ്റേ ഓമന ശ്രീജയ്ക്കും ജ്യോതിഷ് സാറൊക്കെ നമുക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ സംഘടനയുടെ പേരിൽ ജയമേടത്തിനും നമ്മുടെ മൊത്തത്തിൽ ഞാൻ നന്ദി പറയാനില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നന്ദി പറയേണ്ട ആൾ വേറെ പറയുമല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി ഈ യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ബിജുമോനെ സ്വാഗതം ചെയ്യുന്നു.
എല്ലാം മാറ്റണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം നമുക്ക് വലിയ തോതിൽ നമുക്കിന് മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ കൂടുതൽ ആർജവം തന്നു എന്നുള്ളത് ഞാനിവിടെ സ്മരിക്കുകയാണ്. ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ അതിജീവന സമരത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള പ്രസിഡന്റിനെ എന്റെ പേരിൽ ഞാൻ എന്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇന്ന് നമ്മുടെ ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ എസ് ഉദയകുമാർ സാറിന് മുല്ലപ്പെരിയാർ ദുരിത ജനകീയ സമിതി ചെയർമാൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന് അയ്യമ്പുഴി ജനതയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ജനകീയ സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പങ്കജാക്ഷൻ അവർക്ക് എന്റെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും.